ഹായ് ഗൈസ്, നൈറ്റ് 2 മണിക്ക് ബിരിയാണി കഴിക്കണമെന്ന് പറഞ്ഞ് ഒരുത്തന്നെ വിളിച്ചെണീക്കും. ഞാൻ ഉറങ്ങാൻ കിടന്ന ഞാനാ. എന്നെ വിളിച്ചെണീക്ക് നമ്മൾ ഒരു ബിരിയാണി കഴിക്കാൻ പോകും നൈറ്റ് 2 മണിക്ക്. മതിയടാ വാടാ വിശക്കുന്നു. വണ്ടി എടുത്ത് പോവുകയാണ് ഗൈസ്, നേരെ ഫുഡ് സ്ട്രീറ്റിലോട്ട്. ബൈ. നേരെ ഫുഡ് സ്ട്രീറ്റ്, അങ്ങനെ വണ്ടി എടുത്തിട്ട് നേരെ ഫുഡ് സ്ട്രീറ്റിലോട്ട് പോവാണ്. അടുത്ത വണ്ടി. നൈറ്റ് ആയാലും തിരക്കിനൊരു കുറവുമില്ല. നേരെ നമ്മൾ പോകുന്നത് ഇവിടെ അടുത്തുള്ളൊരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്, രഗട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത്. രഗട്ടൂർ അന്ന് കറക്റ്റ് അറിയത്തില്ല, നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ ബിരിയാണി ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് കറക്റ്റ് പോയി നോക്കാം. ഗൈസ്. ഇതാണ് ഡെയിലി ലൈഫ്. ചെന്നൈ നഗരത്തിൽ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് 2 കിലോമീറ്റർ ദൂരമുണ്ട്. ഹെൽമെറ്റൊക്കെ ഇട്ട് സേഫായിട്ട് പോകുന്നത്. കാരണം ഇവിടുത്തെ പോലീസുകാർ അത്ര ശരിയല്ല. എപ്പം വേണേലും നമ്മുടെ ആകപ്പാടെ ബിരിയാണി കഴിക്കാനുള്ള പൈസയേ ഉള്ളൂ. അപ്പം പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് 100-200 കൊടുത്ത് ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് ഹെൽമെറ്റ് ഇട്ട് സേഫായിട്ട് പോവാം. നമ്മുടെ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. പിടി. അപ്പോൾ നമ്മൾ ഫുഡ് സ്ട്രീറ്റ് വന്നിട്ടുണ്ട്. ഇനി എവിടെ ഉണ്ടെന്ന് നമ്മൾ നോക്കി കണ്ടുപിടിക്കണം ബിരിയാണി. ഇതോ അറ്റത്തൊരു ചെന്നൈ ബിരിയാണി എന്ന് പറഞ്ഞൊരു സ്റ്റോറുണ്ട്. നമുക്ക് നേരെ അങ്ങനെയും അങ്ങോട്ട് വിടാം. ബിരിയാണി കിട്ടിയില്ലെങ്കിൽ നല്ല സ്റ്റെപ്പ് ഡാൻസ് മൊട്ട ശിവാജി. ഇവിടെ ബിരിയാണി ഇല്ല ഗൈസ്, ഇവിടെ ബിരിയാണി തീർന്നു. നമുക്ക് നെക്സ്റ്റ് ഷോപ്പിലോട്ട് പോവാം. ഇവിടെ ഇല്ല ഗൈസ്, കഴിഞ്ഞ് നല്ല രീതിയിൽ. കാരണം ഇവിടെ ഉണ്ടെന്നും പ്രതീക്ഷിച്ച് വന്നതാണ്. കാരണം സാധാരണ എല്ലായ്പ്പോഴും ഇവിടെ കാണുന്നതാണ്, പക്ഷേ ഇല്ല, നെവർ. നമുക്ക് നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോവാം. ഇനി ഇവിടെ 2-3 വേറെ ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അവിടെ ഉണ്ടെങ്കിൽ ഭാഗ്യം. സ്ഥലം പറ. ഇത് കറക്റ്റ് നവലൂർ കഴിഞ്ഞ് മുന്നോട്ട് പടൂര് പോകുന്ന റോഡിലാണ്. കറക്റ്റ് സ്ഥലമൊന്നും എനിക്കറിയാൻ വയ്യ. എന്തായാലും ഇവിടെ തീർന്നിരിക്കുന്നു. എടാ ബിരിയാണി ഷോട്ട് അവിടെ പോയി നോക്കാം. ജസ്റ്റ് അവിടെ പോയി ചോദിച്ചിട്ട് വരാം. ഇവിടെ ബിരിയാണി ഉണ്ട്, നമുക്ക് നേരെ കയറാം. ഇതിൻ്റെ സ്പോട്ടാണ് കേട്ടോ, അകത്തുള്ളിലൊക്കെ ഇരിക്കുന്ന ഉണ്ടോ സ്പോട്ടാണ്. എന്തായാലും നല്ല ക്ലീനിങ്ങും അതുപോലെ തന്നെ AC ഒക്കെ ഉണ്ട്. പക്ഷേ ചിക്കൻ ബിരിയാണിയുടെ റേറ്റ് എന്ന് പറയുന്നത് 180 അപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ചിക്കൻ ബിരിയാണി കഴിക്കണമെന്ന് ആശയിൽ ആണ് വന്നത്. പിന്നെ വേറെ കാര്യം, ഞാനത് കണ്ടിട്ട് പറഞ്ഞു അവിടെ ചിക്കൻ ബിരിയാണി വേണ്ട, വേറെ എന്തെങ്കിലും കഴിക്കാറ്. അപ്പോൾ അവന് നല്ല വിഷപ്പുണ്ട്, ചിക്കൻ ബിരിയാണി കഴിച്ചേ പറ്റത്തുള്ളൂ അവൻ പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ അത്രയും പൈസ നമ്മൾ നാളെ സേവ് ചെയ്ത് നമുക്ക് പിന്നെ ഉപയോഗിച്ചുകൂടി വന്നപ്പോൾ അവൻ പറഞ്ഞാലും കാശ് ഇന്ന് വരുന്ന ആളെ പോകും, പക്ഷേ വിശപ്പ് അത് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇപ്പം തന്നെ മാറ്റണം. നാളെ വരും വിശപ്പ്. നമുക്കപ്പോൾ ചിക്കൻ വേണ്ടി വന്നിട്ട് അതിൻ്റെ ബാക്കി കഴിഞ്ഞ് സംസാരിക്കും. ഇപ്പോൾ കിട്ടുന്ന പൈസ തിരിച്ചുണ്ട്. എന്തായാലും കിട്ടുന്ന സ്പോട്ടാണ്. സത്യമായിട്ടും നല്ല കാം ആൻഡ് നല്ല അതൊക്കെ കാണിച്ചാൽ അതിവിടെ കുറേ ഡ്രോയിങ്ങൊക്കെ ഉണ്ട്. വലിയ രസമൊന്നുമില്ല, കുഴപ്പമില്ല. പിന്നെ ഇരിക്കാനൊക്കെ നല്ല ഇഷ്ടം പോലെ നല്ല ക്ലീൻ സ്ഥലമാണ്. ചെയറും
ടേബിളും എല്ലാം. ഇത് സത്യം തന്നെ ഞാൻ ആദ്യമായിട്ട് ഇത്രയും ക്ലീനിങ്ങും അതേ കണക്ക് തന്നെ ഇത്രയും ഒരു സൂപ്പർ സ്ഥലത്ത് ആദ്യമായിട്ടാണ് കയറുന്നത്. ബാക്കി ഇവിടെ ചെങ്ങലുള്ള ബാക്കിയുള്ളതെല്ലാം ഞാൻ ലോക്കലുകളെല്ലാം കയറിയിട്ടുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് 150 രൂപയുടെ ബിരിയാണി കഴിക്കാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ആദ്യമായിട്ടോ? ജീവിതത്തിൽ അത് തന്നെ. ജീവിതത്തിൽ ആദ്യമായിട്ടാണോ 150 രൂപയുടെ ബിരിയാണി കഴിക്കുന്നത്? പിന്നെ നമ്മളെപ്പോഴും കഴിക്കുന്നത് 100 രൂപ ബിരിയാണി 120 ബിരിയാണി ഓഫർ നോക്കിയിട്ടാണ് കയറുന്നത്. പിന്നെ നമ്മൾ എന്താ പറയുക, നല്ല ബിരിയാണി കഴിക്കണ്ടേ. ഇവിടുത്തെ ബിരിയാണി എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാൻ. ഒരെണ്ണത്തിൽ കുറച്ച് റൈസ് അധികം വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ നല്ല വിശക്കുണ്ട്. നമ്മുടെ ക്യാമറമാൻ രതീഷ്. നമ്മുടെ ബിരിയാണി വന്നിട്ടുണ്ട്. താങ്ക് യു. ഒരു സാധനം കണ്ടിട്ട് നല്ല ലുക്കുണ്ട്. ഇനി കഴിച്ചു നോക്കിയിട്ട് പറയാം. അപ്പോൾ അടുത്ത ബിരിയാണി ഇപ്പം വരും. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഇത് നല്ല ആവി ഇങ്ങനെ പറക്കുന്നതാണ്. നല്ല മണമുണ്ട്. Oh, nice. Thank you, bro. Thank you. Attack. രാത്രി 2 മണിക്ക് ബിരിയാണി കഴിക്കുന്ന കാര്യമാണ്. കഴിച്ചു നോക്കാം ഞാൻ പറഞ്ഞു. ചൂടുണ്ട്. പോക്ക കയ്യിൽ. എന്താ പാട്? നല്ല കിണ്ണാച്ചി സാധനം പൊളി. സത്യം പറ, നല്ല ചൂടുണ്ട്. സത്യമുണ്ട്. നോക്കിയാതല്ലോ. ഇല്ല, നല്ല ഈ മല്ലിയുടെ ഒരു ഫ്ലേവർ ഉണ്ടല്ലേ, മല്ലിയുടെ ഫ്ലേവറും പിന്നെ ബിരിയാണിയുടെ ടേസ്റ്റ് സംഭവം കൊള്ളാം. ഒരു മല്ലിയുടെ ടേസ്റ്റ് ബിരിയാണിയുടെ ടേസ്റ്റ് ഇല്ല, സത്യമായിട്ട് ഒരു മല്ലിയുടെ ഫ്ലേവർ കിട്ടുന്നുണ്ട് ഇതിൽ നിന്ന്. അത് നമുക്ക് വേറെ ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷേ ഒരു വെറൈറ്റി ബിരിയാണി കഴിക്കുന്ന ഒരു ഫീലുണ്ട്. ഇനി കഴിച്ചു കഴിഞ്ഞിട്ട് വരും. വൃത്തിയായി ഒരു സാധനം. സംഭവം ഉള്ളിലൊക്കെ വലിയ സെറ്റപ്പാണ്. പക്ഷേ കൈ കഴുകാൻ വെച്ചേക്കുന്ന സാധനമാണ് ഒരുമാതിരി മോശമായി പോയത്. 2 മണിക്ക് ബിരിയാണി കഴിക്കാൻ പോയിട്ട് തിരിച്ച് നേരെ കഴിച്ചിട്ട് നേരെ PG-യിൽ വന്നിട്ടുണ്ട്. എന്തായാലും വയറും നിറഞ്ഞ് മനസ്സും നിറഞ്ഞ് എന്തായാലും കാര്യമായി. ഇനി നേരെ കിടന്നുറങ്ങണം. പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീട്ടിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നിയെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു ഇങ്ങനെ ചെയ്യായിരുന്നു അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടാറ്റാ, ബൈ ബൈ.